പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അനുവദിച്ചതിനെ ഓർത്ത് സ്തുതിയും നന്ദിയും ഞങ്ങൾ അർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവികാരുണ്യനാഥ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അങ്ങ് തന്ന ജീവൻ്റെ ദാനത്തിനും അനുതമായ കാരുണ്യത്തിനും ദിനം പ്രതി നീ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന സ്നേഹത്തിനും നന്ദി. അങ്ങയുടെ സാന്നിധ്യത്താൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കുകയും ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ നയിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പ്രകാശം എന്നിലൂടെ പ്രകാശിക്കട്ടെ. മറ്റുള്ളവർക്ക് ഞാൻ അനുഗ്രഹമാകട്ടെ. സങ്കീർത്തനം 23:1. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ആത്മീയവും ശാരീരികവുമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കാണുന്നു, അവനറിയുന്നു, അവനത് നമുക്ക് നൽകുകയും ചെയ്യുന്നു. അവനിൽ ആശ്രയിക്കുന്നത് ഉത്കണ്ഠയും ഭയവും അകറ്റുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. പരമകാരുണ്യനാഥനായ ഈശോയെ, നല്ല ഇടയനെന്ന നിലയിൽ ഞാനൊരിക്കലും ഒറ്റയ്ക്കോ ഉപേക്ഷിക്കപ്പെട്ടവനോ അല്ല എന്ന് ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു. ഫിലിപ്പി 4:13. എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കെന്നോ ഉപേക്ഷിക്കപ്പെട്ടുവെന്നോ എന്ന ചിന്തയുണ്ടാകുമ്പോൾ പരമകാരുണ്യനാഥ, ഫിലിപ്പി 4:13 അഭിഷേകം നിറവ് ഞങ്ങൾക്ക് നൽകണമേ. എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. ഈശോയിൽ ആശ്രയിക്കുമ്പോൾ നാം നേരിടുന്ന വെല്ലുവിളി ഒന്നും വലുതല്ല. അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വേദനകളും സങ്കടങ്ങളുമെല്ലാം തരണം ചെയ്യുവാൻ ഈ ഫിലിപ്പി 4:13 നമുക്ക് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാകുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. പരമകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ ഈ പ്രഭാതത്തിലായിരുന്നു കൊണ്ട് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു, നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി വെല്ലുവിളികളൊന്നുമില്ല എന്നുള്ളതല്ല, മറിച്ച് ഏതു വെല്ലുവിളികളെയും തമ്പുരാൻ്റെ കൃപയോടുകൂടി ചേർന്ന് നമുക്ക് നേരിടാൻ സാധിക്കും, അതിനെ അതിജീവിക്കാൻ സാധിക്കും, അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പ് നൽകുകയാണ്. ജെറമിയായുടെ പുസ്തകം 33:3. എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറയുന്നുണ്ട്. ദൈവം എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. സന്തോഷത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും സമയങ്ങളിൽ അവനെ അന്വേഷിക്കാൻ നാം ഒരിക്കലും മടിക്കരുത്. ഇത് നാം സാധാരണ ചെയ്യുന്ന കാര്യമാണല്ലോ. എന്നാൽ ഈ പരമകാരുണ്യവനായ ഈശോ നമ്മളോട് പറയുന്നു, സദാസമയവും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഒന്ന് മനസ്സു തിരിഞ്ഞാൽ, എൻ്റെ സഹായം ചോദിച്ചാൽ എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്നാണ് പറയുക. പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ദൈവസാന്നിധ്യ സ്മരണയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. തമ്പുരാനെ, ഇന്നേ ദിവസം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ യുവാക്കളെയും, മാതാപിതാക്കളെയും, ജോലി അന്വേഷിച്ച് നടക്കുന്ന എല്ലാ മക്കളെയും, ഇൻ്റർവ്യൂവിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും, കഴിഞ്ഞ ദിവസങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്നവരെയും, പരീക്ഷ എല്ലാം കഴിഞ്ഞ് റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെയും, ലോകം മുഴുവനെയും സ്വർഗസ്ഥനായ പിതാവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ കാരുണ്യവും മാർഗനിർദ്ദേശവും അനുഗ്രഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങളും പരിപൂർണമാനിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം, രോഗികൾക്ക് സൗഖ്യം, കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസവും നൽകണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ.
എല്ലാ ആളുകളിലും വിശ്വാസവും ആ വിശ്വാസം വഴി നിന്നിലേക്ക് അവരെല്ലാവരും തിരിയുന്നതിന് കാരണമായി തീരട്ടെ. സ്നേഹവും ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ധാരണയിൽ, ജീവിത പങ്കാളികൾ തമ്മിൽ ഐക്യത്തിൽ, മക്കളും മാതാപിതാക്കൾ തമ്മിൽ സ്നേഹത്തിൽ, അങ്ങനെ എല്ലാ ഭവനങ്ങളും വളരുന്നതിനും ശക്തിപ്പെടുന്നതിനും കാരണമായി തീരട്ടെ. എല്ലാ ഭവനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അവരെ വിശ്വാസത്തിൽ ശക്തരാക്കണമേ. ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്നും അകറ്റി അവരെ ശരിയായ പാതയിൽ നയിക്കണമേ. നിന്നെ അനുഗമിക്കുവാനുള്ള ജ്ഞാനം, ധൈര്യം എന്നിവയാൽ എല്ലാ യുവതി യുവാക്കന്മാരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണമേ. മാതാപിതാക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുട്ടികളെ സ്നേഹത്തോടും അച്ചടക്കത്തോടും കൂടി വളർത്തുവാൻ മാതാപിതാക്കൾക്ക് ക്ഷമയും ശക്തിയും വിവേകവും നൽകണമേ. എല്ലാ മക്കളെയും വളർത്തിക്കൊണ്ടു വരുവാനുള്ള പ്രത്യേകമായ കൃപയും സംരക്ഷണവും എല്ലാ മാതാപിതാക്കൾക്ക് നൽകണമേ. നിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ അവരെ പഠിപ്പിക്കുവാനുള്ള കൃപയും എല്ലാ മാതാപിതാക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറക്കണമേ. അഭിമുഖങ്ങളിൽ അവർക്ക് ആത്മവിശ്വാസവും വ്യക്തവും പ്രീതികരവുമായ ഉത്തരം നൽകുവാനുള്ള കൃപയും അവർക്ക് നൽകണമേ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അങ്ങയെ സേവിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ അതിന് കാരണമായി തീരുകയും ചെയ്യട്ടെ. അവർ ചെയ്യുന്ന ഓരോ ജോലികളിലും അവർ കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നതിന് കാരണമായി തീരട്ടെ. പരീക്ഷകൾക്ക്, പഠനങ്ങൾക്കുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശ്രദ്ധയും വിവേകവും വിജ്ഞാനവും നൽകണമേ. ശാന്തത പാലിക്കുവാനും പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുവാനും ആത്മവിശ്വാസത്തോടെ നന്നായി പ്രവർത്തിക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, ഈ ദിവസം ആരംഭിക്കുമ്പോൾ എൻ്റെ എല്ലാ ആശങ്കകളും സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തെ സമാധാനത്താൽ നിറയ്ക്കുകയും നിൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ കാലടികളെ നയിക്കുകയും ചെയ്യണമേ. എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും സാക്ഷ്യമാകട്ടെ. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമം എല്ലാത്തിലും മഹത്വപ്പെടട്ടെ. പ്രത്യേക നിയോഗങ്ങളായിട്ട് ഈ ആരാധനയുടെ സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിലെ ആരാധന സമയത്തും വയ്ക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈശോയെ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആ നിയോഗങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും